വേദഭാഗം വായിക്കാം. അതിനാധാരമായി കൊലോസ്യ ലേഖനം, കൊലോസ്യൻ 2-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാമോ? ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. അവനിൽ വേരൂന്നിയും ആത്മീയവർത്തന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അല്പസമയം എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇന്ന് രാത്രികാലം ആയിരിക്കണം. ഇന്ന് രാത്രികാലം നാം വായിച്ച വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർ എഴുതിയ ലേഖനം അതിന്റെ 2-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ നിന്നാണ് ഇന്ന് രാത്രികാലം നാം വായിച്ചത്. ഈ വാക്യങ്ങളൊക്കെ ഒരുപക്ഷെങ്കിൽ പല പ്രാവശ്യവും നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും അനേക സന്ദേശങ്ങൾ, അനേക ചിന്തകൾ, അനേക ആലോചനകളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ കേട്ടിട്ടുണ്ടാകാം. ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കാം, നാം ധ്യാനിക്കുന്ന വചനമായിരിക്കാം. ഈ ലേഖനത്തിന്റെ പ്രത്യേകത, ഇത് അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. ഈ ലേഖനത്തിൽ വളരെ കാതലായ അനേക ചിന്തകൾ നമുക്ക് വായിക്കാനും പഠിക്കുവാനും ഒക്കെ കഴിയും. ഈ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത് കാരാഗൃഹത്തിന്റെ അനുഭവത്തിൽ കടന്നുകൊണ്ടാണ്. അറിയാം, കാരാഗൃഹം എന്ന് പറയുന്നത് എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്ന സ്ഥലമാണ്. എല്ലാ ചിന്തകളും എല്ലാത്തിനും വിരാമം വീഴുന്ന ഒരു സ്ഥലമാണ്. കണക്കൂട്ടലുകൾ പലതും തെറ്റുന്ന സ്ഥലമാണ്. ഇരുളറയ്ക്കകത്ത് കിടന്ന് ഒരിക്കലും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പറയാനോ കഴിയാത്ത അനേക കാര്യങ്ങളാണ് പൗലോസ് ഈ ലേഖനങ്ങളിലൂടെ ഒക്കെ നമുക്ക് തരുന്ന സന്ദേശങ്ങൾ. ഈ എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യർ, ഫിലോമോൻ, ഇങ്ങനെ ഉള്ള ലേഖനങ്ങളെല്ലാം കാരാഗ്രഹ ലേഖനമാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തെ പുറത്തിറക്കി വിട്ടു കഴിഞ്ഞാൽ അദ്ദേഹം സഭകൾ സ്ഥാപിക്കും, ആളുകളെ ക്രിസ്തുവിനായി നേടും, സന്ദേശവുമായി ലോകമെങ്ങും അദ്ദേഹം ഉടാടി സഞ്ചരിക്കുന്ന അനുഭവം നമുക്ക് കാണാം. എന്നാൽ അദ്ദേഹത്തെ പിടിച്ച് കാരാഗ്രഹത്തിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ കിടന്നുകൊണ്ടും ജനത്തെ ഉറപ്പിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും സഭകളെ വിശ്വാസത്തിൽ നിലനിർത്തുവാനും വചനത്തിലും പത്യോപദേശത്തിലും വളർത്തിക്കൊണ്ടു വരുവാനുള്ള കാതലായ സന്ദേശങ്ങൾ സഭകൾക്കും സമൂഹത്തിനും വേണ്ടി എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഫിലിപ്പിയ ലേഖനത്തിലൊക്കെ അനേക ചിന്തകൾ, വാക്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന വാക്യങ്ങളിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്: ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ അറിയിക്കുക. അത് ഒക്കെ പറയുന്നത് വലിയ പ്രതിസന്ധിയുടെ ആഴത്തിൽ കിടക്കുന്ന മനുഷ്യനാണെന്ന് നാം എപ്പോഴും ഓർക്കണം. കഷ്ടതയുടെ ഏറ്റവും അടിത്തട്ടിൽ പലപ്പോഴും നാം ഒക്കെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എങ്കിലും ആരെങ്കിലും ഒക്കെ നമ്മെ പറ്റി തിന്മയൊക്കെ കളവായി പറയുമ്പോൾ നമുക്ക് അത് ഒരിക്കലും സഹിക്കാനോ ചിന്തിക്കാനോ നമുക്കതിനെ നേരിടാനൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ കഷ്ടതയുടെ ഏറ്റവും തീച്ചൂളയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ചെയ്യാത്ത കുറ്റത്തിനും പറയാത്ത കുറ്റത്തിനും പോകാത്ത മേഖലയ്ക്കും ഒക്കെ ആ സാഹചര്യത്തിലൊക്കെ തനിക്കെതിരായി തന്നെ കുടുക്കി കൈയും കാലും എല്ലാം ബന്ധിച്ച അനുഭവത്തിൽ തടവറയ്ക്കകത്ത് ഒതുക്കിയിടുന്ന മേഖലയിൽ കിടന്നുകൊണ്ടും തന്നെ കാണാൻ ചെയ്യുന്നവരോടൊക്കെ പറയുന്നത് ഇങ്ങനെയാ പറയുന്നത്: കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലേഖനങ്ങളിലൊക്കെ അതികാതലായ അർത്ഥവത്തായ ആഴമേറിയ നമ്മെ ബലപ്പെടുത്തുന്നതും ധൈര്യപ്പെടുത്തുന്നതും ജീവിപ്പിക്കുന്നതുമായ ഒത്തിരി ചിന്തകൾ അടങ്ങിയ ലേഖനങ്ങളാണ് ഈ കാരാഗ്രഹ ലേഖനങ്ങൾ. അപ്പോൾ ഈ കാരാഗ്രഹത്തിന്റെ അനുഭവത്തിൽ കടന്നുകൊണ്ട് പൗലോസ് പറയുന്ന ചില സന്ദേശങ്ങളാണ്, അതിൻ്റെ അകത്ത് ചില വാക്യങ്ങളാണ് ഈ രാത്രികാലത്തെ ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവിടെ വായിക്കുമ്പോൾ കൈക്കൊണ്ടതുപോലെ, ആ വാക്ക് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോ, അവനെ കൈക്കൊണ്ടതുപോലെ, അവനെ സ്വീകരിച്ചതുപോലെ. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ സ്വീകരിച്ച ഒരു ദിവസം നമുക്ക് ഓർമ്മയുണ്ടോ? നാം കർത്താവിനെ, നമുക്കറിയാം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വ്യക്തിപരമാണ്, അല്ലെ? വ്യക്തിപരമാണ്. നമ്മൾ കുടുംബത്തിലാണ് ജീവിക്കുന്നത്, നമുക്ക് പേരൻസ് ഉണ്ട്, നമുക്ക് തലമുറകളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ഉണ്ട്, നമ്മുടെ കുടുംബാംഗങ്ങൾ ഒത്തിരി ഉണ്ട്. പക്ഷെങ്കിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. ക്രിസ്തീയ രക്ഷ എന്ന് പറയുന്നത് അത് പേഴ്സണൽ ആയിട്ടുള്ളതാണ്, വ്യക്തിപരമായി. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. അന്നേരം ഈ ക്രിസ്തുവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധം, ആ ബന്ധത്തിലാണോ നാം ഇന്ന് രാത്രികാലം ജീവിക്കുന്നത്? അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ക്രിസ്തുവിനെ സ്വീകരിച്ച അനുഭവവും ക്രിസ്തുവിനെ കണ്ട അനുഭവവും അതൊക്കെ ഒരു വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കാം. ഒരുപക്ഷെങ്കിൽ ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ അല്ലെങ്കിൽ ക്രൈസ്തവ കുടുംബത്തിൽ ആയിരിക്കാം
ആയിരിക്കാം ഞാനും നിങ്ങളും ഒക്കെ ജനിച്ചത്. പക്ഷെങ്കിൽ വളർന്നു വരുമ്പോൾ എന്റെ അപ്പനും അമ്മയും പെന്തക്കോസ്തുകാരൻ അല്ലെ, എന്റെ കുടുംബം ക്രൈസ്തവ കുടുംബമാണെന്ന് പറഞ്ഞത് കൊണ്ട് ഒരു അർത്ഥവുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനം പഠിച്ചും കർത്താവിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ അറിഞ്ഞും മനസ്സിലാക്കി ഒക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് കാരണമാകും. അതിന്റെ തുടക്കം ആ കൂട്ടായ്മ എങ്ങനെ തുടങ്ങിയോ ആ കൂട്ടായ്മയിൽ തന്നെ നടക്കണം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല വിഷയങ്ങൾ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് അല്ലെ, പല സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാഹചര്യമുണ്ട്. ആ സാഹചര്യങ്ങളിലൊക്കെ പലപ്പോഴും നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനും നമ്മുടെ ചിന്തയിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്, പല മേഖലകളിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ മേഖലകളെയൊക്കെ നാം തരണം ചെയ്ത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ കൂട്ടായ്മയിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ഇവിടെ ഉത്ബോധിപ്പിക്കുന്നത്. നാം കർത്താവിനെ കൈക്കൊണ്ടതുപോലെ തന്നെ ആ കൂട്ടായ്മയിൽ നടക്കണം. ആ സ്വീകരിച്ചതുപോലെ തന്നെ ആദ്യ നാളിലെ അനുഭവം എങ്ങനെയായിരുന്നു, ആദ്യ ദിവസത്തെ അനുഭവം എങ്ങനെയായിരുന്നു, ആദ്യ മാസത്തെ അനുഭവം എങ്ങനെയായിരുന്നു, അത് തുടരണം, അത് അവസാനം വരെ തുടരണം എന്ന എന്തൊരു തീഷ്ണീയതയായിരുന്നു, എന്തൊരു ഉത്സാഹമായിരുന്നു, എന്തൊരു ആവേശമായിരുന്നു കൂട്ടായ്മകൾക്ക് പോകാനും ആ ഏതൊരു കാര്യത്തിനും സഭയ്ക്ക് അല്ലെങ്കിൽ സമൂഹത്തിൽ കുടുംബത്തിൽ അല്ലെ ഏൽപ്പിച്ചിരിക്കുന്ന മേഖലകളിലൊക്കെ എന്തിനും വേണ്ടി ഓടി നടക്കുന്ന അല്ലെങ്കിൽ ആവേശത്തോടെ പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ, മണിക്കൂറുകൾ കരയുന്ന അനുഭവങ്ങൾ, ആ കാത്തിരിക്കുന്ന അനുഭവങ്ങൾ. ഇന്ന് നമ്മുടെ സാഹചര്യങ്ങളെല്ലാം ദൈവം മാറ്റി, ഇന്ന് നമ്മുടെ അവസ്ഥകളെല്ലാം ദൈവം മാറ്റി. കർത്താവിനെ കണ്ടത് മൂലം എന്തെല്ലാം വിടുതലുകൾ നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും എല്ലാം ദൈവം നമുക്ക് തന്നില്ലേ. നമ്മുടെ അവസ്ഥകൾക്കെല്ലാം മാറ്റം വരുത്തി. പക്ഷെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഏതൊക്കെയോ ഉണ്ട്. നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാനുഭവം, ആ കൂട്ടായ്മ ബന്ധം, ആ സാന്നിധ്യം, ആ സംസർഗം ഒക്കെ ഈ ദിവസങ്ങളിൽ തിരിച്ചു പിടിക്കണം. ആ അവസ്ഥയിലേക്ക്, ആ ദിവസത്തേക്ക് നാം ഒന്ന് മടങ്ങിപ്പോണം പ്രിയപ്പെട്ടവരെ. അതാ കർത്താവ് നമ്മെ പറ്റി എപ്പോഴും ആയിരിക്കുന്ന അപ്പോസ്തലൻ പൗലോസ് അതിശക്തമായി സഭയ്ക്ക് കൊടുക്കുന്ന സന്ദേശത്തിൽ പറയുന്ന വാക്കിതാണ്, അവനെ കൈക്കൊണ്ടതുപോലെ തന്നെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പി. ആ അടുത്ത വാക്യത്തിൽ അവിടെ തന്നെ നമുക്ക് ചിന്തിക്കുമ്പോൾ അറിയാം, ഒരു വിവാഹം കഴിച്ച പ്രിയപ്പെട്ടവർ അവരുടെ ആദ്യ ദിവസങ്ങൾ എന്നൊക്കെ പറയുന്നത് എന്തൊരു സന്തോഷമേറിയ അനുഭവങ്ങളാ അല്ലെ. അവര് ഒന്നിച്ച് യാത്ര ചെയ്യുവാനും ഒന്നിച്ച് ഭക്ഷിപ്പാനും ഒന്നിച്ചിരിക്കുവാനും ഒക്കെ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ഒരിക്കലും ഒരു സ്ഥലം കാണാനോ അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനോ ഒന്നും അല്ല, ഒന്നിച്ച് ട്രാവൽ ചെയ്യാനും ഒന്നിച്ച് സ്പെൻഡ് ചെയ്യാനും ഒക്കെയുള്ള ഒരു ആവേശമാണ്. പക്ഷെങ്കിൽ ജീവിതയാത്രയിൽ എവിടെയൊക്കെ മുന്നോട്ടുള്ള യാത്രകൾ കൂടുതൽ കൂടുതൽ കഠിനമേറിയ അവസ്ഥകൾ വരുമ്പോൾ, ഉത്തരവാദിത്വങ്ങൾ കൂടുമ്പോൾ, അല്ലെങ്കിൽ പലവിധമാകുന്ന വിഷയങ്ങൾ അസ്വാരസ്യതയൊക്കെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഇത് കഴിയുന്നില്ല. ആദ്യത്തെ ആ അനുഭവമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങളൊക്കെ നമുക്ക് കാണാം. നമുക്കറിയാം 10-15 വർഷമൊക്കെ അറിഞ്ഞ് സ്നേഹിച്ച് ഒന്നിച്ച് മനസ്സിലാക്കിയൊക്കെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ 1 വർഷം പോലും തുടരുവാൻ കഴിയാതെ പാതി വഴിയിൽ അവസാനിപ്പിച്ചു പോകുന്നതൊക്കെ നമ്മൾ കാണുന്നില്ല. ഞാൻ ഈ പറഞ്ഞതിന്റെ താല്പര്യം, അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതത്തിലും ഒത്തിരി മടുപ്പ് നമുക്കും ഉളവാകാൻ സാധ്യതയുണ്ട്. എബ്രായ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ എബ്രായ ലേഖനക്കാരൻ അതിശക്തമായി ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ വളരെ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. മടുത്തുപോയവരുടെ ഒരു കൂട്ടം, തളർന്നു പോയവരുടെ ഒരു കൂട്ടം, സങ്കടപ്പെട്ട് നിൽക്കുന്നവരുടെ ഒരു കൂട്ടം. ഒരു കാലത്ത് ശക്തമായി നിന്നവരാ, ഒരു കാലത്ത് വില കൊടുത്ത് നിന്നവരാ, ഒരു കാലത്ത് ആവേശത്തോടെ നിന്നവരാ. എന്നാൽ എവിടെയൊക്കെയോ ഏതൊക്കെയോ ജീവിത സാഹചര്യങ്ങളിൽ മടുത്ത് തളർന്ന് നിരാശപ്പെട്ടു പോയ ഒരു കൂട്ടം ആൾക്കാർ ക്രിസ്തീയ ജീവിതത്തിലും ഇത് ഉണ്ട് കേട്ടോ. എന്നാൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കൂടെ നടക്കുന്ന അനുഭവമാണ്, കർത്താവിന്റെ നടക്കുന്ന അനുഭവമാ അല്ലെ. നമ്മൾ കണ്ടിട്ടില്ലേ, വിവാഹമൊക്കെ കഴിഞ്ഞ് വരുന്ന പ്രിയപ്പെട്ടവര് അല്ലെ കയ്യേലൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കാൻ ഒക്കെ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു അനുഭവമുണ്ട്. ഇതുപോലെ തന്നെ നമുക്കറിയാം ആമോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യം പ്രവാചകൻ എഴുതിയിട്ടുണ്ട്, 2 പേർ ഒത്തിട്ടല്ലാതെ ഒന്നിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നടക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ 2 പേര് ഒക്കണം. 2 പേര് ഒന്നിച്ച് ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അവര് ഒന്നിക്കുന്നില്ലെങ്കിൽ അവര് മനസ്സുകൊണ്ടും അവരുടെ ചിന്തകൾ കൊണ്ടും അവരുടെ ഇഷ്ടങ്ങൾ കൊണ്ടും അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും അവരുടെ ആശയങ്ങൾ കൊണ്ടും ഒന്നിക്കുന്നില്ലെങ്കിൽ അവരുടെ പ്രവർത്തനം, അവരുടെ യാത്ര അവർക്ക് മുഴുകിപ്പിക്കാൻ കഴിയത്തില്ല. പണ്ട് 2 പേര് യാത്ര ചെയ്യുവാനിടയായി തീർന്നു. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന 2 പേര്, ഒരാളെന്ന് പറയുന്നത് ആ കമ്പനിയിലെ ഏറ്റവും വലിയ മാനേജരാ, രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ആ കമ്പനിയിലെ പുതിയതായിട്ട് ട്രെയിനിങ്ങിന് വന്നൊരു വ്യക്തിയാ. ഇവര് തമ്മിൽ രണ്ടും കൂടെ ഒരു ബിസിനസ് യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം വരുവാനിടയായി തീർന്നു.
ഈ സാഹചര്യത്തിൽ ഇവർ യാത്ര ചെയ്ത് പോയ മേഖലയിൽ ഒരു ദിവസം ഒരിടത്ത് സ്റ്റേ ചെയ്യേണ്ടി വന്നു. പിറ്റേ ദിവസം രാവിലെ അവരുടെ ബിസിനസ് പരമായ കാര്യങ്ങൾക്ക് വേണ്ടി അവര് റൂമിൽ നിന്ന് ഇറങ്ങി. ഇറങ്ങുന്ന യാത്രയിൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു ഹോട്ടൽ കാണാനിടയായി തീർന്നു. ആ ഹോട്ടൽ കാണിച്ചിട്ട് ആ ട്രെയിനി ആയിട്ടുള്ള ആ സഹോദരൻ തന്റെ ബോസിനോട് പറഞ്ഞു, സാർ അതാ അവിടെ ഒരു ഹോട്ടൽ കാണുന്നു, നമുക്ക് അവിടുന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞു. ആ യാത്രയിൽ ആ മാനേജർ, ആ ബോസ് നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടു, ഒരു ഹോട്ടൽ കണ്ടു. അദ്ദേഹം ആ ബോർഡ് വായിക്കാൻ ഇടയായി തീർന്നു. ആ ഹോട്ടൽ ഒരു വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു. അവർ അവിടെ കയറി ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തു. ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കാൻ അവർ ആരംഭിച്ചു. കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഈ തന്റെ ട്രെയിനി ആയിട്ടിരിക്കുന്ന മനുഷ്യന്റെ ഉള്ളിലൂടെ അനേക ചിന്തകൾ ഇങ്ങനെ പോകുവാനിടയായി തീർന്നു. എന്താ ചിന്തയെന്നറിയാമോ? അദ്ദേഹം നോൺ വെജ് ഇഷ്ടപ്പെടുന്ന ആളാ. പക്ഷെങ്കിൽ തന്റെ കൂടെ വന്ന ആളെന്ന് പറയുന്നത് വെജിറ്റേറിയൻ. അപ്പോൾ തന്റെ കൂടെ വന്ന ആള് ഹൈ പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തിയാണ്. തന്റെ കൂടെ വന്ന ആള് തന്റെ ബോസ് ആണ്. താൻ ഒരു ട്രെയിനിയാണ്, സാധാ മനുഷ്യനാ. തന്റെ ഇഷ്ടമുണ്ട്, തന്റെ ആഗ്രഹമുണ്ട്, തനിക്ക് തന്റേതായ സ്വാർത്ഥപരമായ പല വിഷയങ്ങളും അതിന് അടങ്ങിയിട്ടുണ്ട്. പക്ഷെങ്കിൽ തന്റെ ബോസിന്റെ ഇഷ്ടവും തന്റെ മാനേജറിന്റെ ഇഷ്ടത്തെയും മറികടക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അദ്ദേഹം ഇതിനോട് വിധേയപ്പെട്ടേ പറ്റത്തുള്ളൂ, ഇത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. പക്ഷെ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇദ്ദേഹത്തിന്റെ ചിന്ത എന്നറിയാമോ? ഞാൻ ഇതിന്റെ അകത്തുനിന്ന് പുറത്തിറങ്ങും. ഇത് എപ്പോഴും ഇല്ല, ഇതൊരു കുറച്ച് സമയത്തേക്കേ ഉള്ളൂ, മണിക്കൂറത്തേക്കേ ഉള്ളൂ, സാഹചര്യം നിമിഷം കൂടെ കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ അകത്തുനിന്ന് പുറത്തിറങ്ങും. എനിക്ക് ഇഷ്ടമുള്ള ഹോട്ടലിൽ ചെന്ന് ഇഷ്ടമുള്ള ഭക്ഷണം എനിക്ക് വയറ് നിറച്ച് എത്ര വേണേലും കഴിക്കാനുള്ള സാഹചര്യം എനിക്കുണ്ട്. പക്ഷെ ഈ സിറ്റുവേഷനിൽ ഞാൻ, ഈ വലിയ മനുഷ്യൻ, എന്നേക്കാൾ മുതിർന്ന മനുഷ്യൻ, സ്ഥാനം കൊണ്ടും പ്രായം കൊണ്ടും എല്ലാ പക്വത കൊണ്ടുമെല്ലാം ഉയർന്ന മനുഷ്യൻ, അദ്ദേഹത്തിന് വിധേയപ്പെട്ടേ മതിയാവൂ എന്നുള്ള ചിന്തയിലാണ് ഈ മനുഷ്യൻ ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണല്ലേ പലപ്പോഴും നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്ന ഒരു പരിപാടിയാ. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ അങ്ങനെയല്ല. എന്റെ ഇഷ്ടത്തിലേക്ക് ഹല്ലേലൂയ യേശു വരികയല്ല, യേശുവിന്റെ ഇഷ്ടത്തിലേക്ക് ഞാൻ കടന്നു പോകുക. ഹല്ലേലൂയ. വലിയവനും ചെറിയവനും അങ്ങനത്തെ അനുഭവമൊക്കെയാ. പക്ഷെങ്കിൽ യേശുവിന്റെ ഇഷ്ടത്തിലേക്ക് ഇന്ന് രാത്രികാലം ഞാനും നിങ്ങളും, യേശു കാണിച്ചു തന്നൊരു മാതൃകയുണ്ട്, യേശു സംസാരിച്ച ഒരു ശൈലിയുണ്ട്, യേശു പ്രവർത്തിച്ച ചില മേഖലകളുണ്ട്, യേശു കടന്നുപോയ ചില അനുഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. ഈ അനുഭവങ്ങളും ഈ യാഥാർത്ഥ്യങ്ങളും ഈ സത്യത്തിനു വേണ്ടി ഹല്ലേലൂയ നിൽക്കുക എന്നുള്ളതാണ് ഈ ഭൂമിയിൽ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന നമ്മെ ഓരോരുത്തരെ പറ്റിയുള്ള ദൈവത്തിന്റെ പ്ലാൻ. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് അല്ല കേട്ടോ. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ്, ഒരു പൊത്തുവരുത്തമായ ഒഴുക്കിനൊത്തു പോകുന്ന അനുഭവമല്ല. ഹല്ലേലൂയ. അന്ന് ഒഴുക്കുണ്ടോ, അന്ന് നിന്നു കൊടുത്തേക്കാൻ കൊണ്ടുപോകുന്ന അനുഭവമല്ല. ഇന്ന് രാത്രികാലം ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ വായിച്ച വാക്യം അവനെ കൈക്കൊണ്ടതുപോലെ. പ്രിയപ്പെട്ടവരെ, പണ്ടൊരു അമ്മച്ചിയുടെ ഒരു അനുഭവം ഇങ്ങനെ കേൾക്കുവാൻ ഇടയായിട്ടുണ്ട്. 85 വയസ്സുള്ള ഒരു അമ്മച്ചി. ആ അമ്മച്ചിയെ കാണാൻ തന്റെ നാട്ടിൽ നിന്ന് ഒരു സഹോദരൻ അമ്മച്ചിയെ കാണാൻ പോയത് കേൾക്കുവാൻ ഇടയായിട്ട് തോന്നുന്നു. അമ്മച്ചിയെ വിസിറ്റ് ചെയ്യുമ്പോൾ അമ്മച്ചിയുമായിട്ട് പണ്ടത്തെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ അയവിറക്കാൻ തുടങ്ങി. അവരുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയും ആ നാട്ടിലെ കൾച്ചറിനെ പറ്റിയും ആ ജീവിത ശൈലിയെ പറ്റിയും ഒക്കെ ഇങ്ങനെ വാതോരാതെ സംസാരിച്ച് അവരൊരു ഭക്ഷണത്തിലേക്ക് വരാൻ ഇടയായി തീർന്നു. ഭക്ഷണത്തെ പറ്റി ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചില ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ആ ഭക്ഷണത്തെ പറ്റി ഇദ്ദേഹം ആവേശത്തോടെ ചോദിച്ചപ്പോൾ അമ്മച്ചി ഇങ്ങനെ പറയാനിടയായി തീർന്നു, ഞാൻ ഇവിടെ കയറി വന്നത് 65 വർഷം മുമ്പ്, ഈ വീട്ടിൽ കല്യാണം കഴിച്ച് കയറി വന്നത് 65 വർഷങ്ങൾക്ക് മുമ്പ് കല്യാണം കഴിച്ച് ഈ വീട്ടിൽ കയറി വന്നതാ. ഈ വീട്ടിൽ കയറി വന്നപ്പോൾ ആദ്യ ദിനങ്ങളിൽ എനിക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങളൊക്കെ അച്ചായന് ഉണ്ടാക്കി കൊടുക്കുകയും എന്റെ ഇഷ്ടപ്പെട്ടതായ കുറെ കാര്യങ്ങൾ ടേസ്റ്റോട് കൂടി ഉണ്ടാക്കി കൊടുത്തു. എന്നാൽ ആ ഉണ്ടാക്കി കൊടുത്ത കൂട്ടത്തിൽ നിങ്ങൾ പറഞ്ഞ ആ ഭക്ഷണം അച്ചായൻ ടേസ്റ്റ് ചെയ്തു, കഴിച്ചു, നന്നായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. എങ്കിലും അത് എനിക്ക് ഈ ഭക്ഷണം അത്ര ഇഷ്ടമല്ല എന്നൊക്കെ പറയുവാൻ ഇടയായി തീർന്നു. അമ്മച്ചി ഇങ്ങനെയാ പറഞ്ഞത്, അല്ലെങ്കിൽ അച്ചായൻ അന്ന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അന്ന് അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇന്ന് വരെ ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല. 10 വർഷം മുമ്പ് അച്ചായൻ മരിച്ചു, എന്നാലും ഇന്നും ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചില്ല. നിങ്ങൾക്ക് മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? ഇന്ന് രാത്രികാലം ഈ കൂട്ടായ്മയിൽ നാം ഒന്നിച്ചു പങ്കെടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുകയും തീരുമാനിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു വിഷയം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ കർത്താവിന് ഇഷ്ടമില്ലാത്തതൊന്നും എനിക്ക് വേണ്ട.
എന്റെ കർത്താവ് ആഗ്രഹിക്കാത്തതൊന്നും എനിക്ക് വേണ്ട. ഹല്ലേലൂയ. ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല, ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു പൊത്തുവരുത്തമായ ഒരു അഡ്ജസ്റ്റ്മെന്റിലുള്ള രീതിയല്ല ഇന്ന് രാത്രി അവനെ കൈക്കൊണ്ടതുപോലെ. ആ കൈക്കൊണ്ട ദിവസം നാം ഒരുപക്ഷെങ്കിൽ ആരുടെയും അനുഭവത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്തമാകുന്ന ചില അനുഭവങ്ങളിലൂടെ ആയിരിക്കാം കർത്താവിനെ കണ്ടത്. അല്ലെങ്കിൽ ഏതെങ്കിലും സുവിശേഷകൻ വീട്ടിൽ വന്ന് സുവിശേഷം അല്ലെങ്കിൽ ഏതെങ്കിലും സുവിശേഷ പ്രസംഗം കേട്ടിട്ടായിരിക്കാം, മറ്റു പല നിലയിലായിരിക്കാം, ദൈവവചനം കേട്ടിട്ടായിരിക്കാം. ഏത് നിലയിലായാലും കർത്താവിന്റെ ആ സാന്നിധ്യം നമ്മുടെ വീട്ടിലും വന്നു. നാമും ഈ കർത്താവിനെ, ഈ നല്ല കർത്താവിനെ, സ്നേഹനിധിയായ ആശ്വാസദായകനായ ഈ കർത്താവിനെ അറിയുവാനും ആ കർത്താവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുവാനും ഇടയായി തീർന്നു. ഈ കാലഘട്ടത്തിൽ ഇത്രയും ജീവിതത്തിൽ പല മേഖലകളിൽ ഭൗതിക മണ്ഡലങ്ങളും നമ്മുടെ വീടിന്റെ സാഹചര്യങ്ങളും ഇടുക്കവും ഞെരുക്കവും എല്ലാം മാറി വിശാലത പല മേഖലകളിൽ വന്നു. എന്നാൽ ഇന്ന് രാത്രി കാലത്തിനനുസരിച്ച് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റാൻ കഴിയുന്നതല്ല കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയെന്ന് ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ തിരിച്ചറിയട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അവനെ കൈക്കൊണ്ടതുപോലെ ആ കൂട്ടായ്മയിൽ തന്നെ നടക്കുവാൻ നമുക്ക് കഴിയട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഹാനോക്ക്. അല്ലെ, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണാം, ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നു. ദൈവത്തിന്റെ കൂടെ നടന്നു. ദൈവത്തിന്റെ കൂടെ നടക്കാൻ തുടങ്ങിയ പ്രായം എത്രയാണെന്നറിയാമോ? 65-ാമത്തെ വയസ്സിൽ. 65-ാമത്തെ വയസ്സിൽ ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടക്കാൻ തുടങ്ങി. ഹാനോക്ക് തനിക്ക് മക്കളൊക്കെ ആയതിനു ശേഷം അവിടെ വായിക്കുമ്പോൾ തനിക്ക് മക്കളായി അങ്ങനെയാണ് അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. അപ്പോൾ പ്രായം ഒരു വിഷയമല്ല, കുടുംബം ഒരു വിഷയമല്ല, തലമുറകൾ ഒരു വിഷയമല്ല, കർത്താവിന്റെ കൂടെ നടക്കാൻ സാഹചര്യങ്ങൾ ഒന്നും ഒരു വിഷയമല്ല. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഒരു വർഷമോ ഒരു മാസമോ ഒരാഴ്ചയോ ഒന്നുമല്ല, 10 വർഷമല്ല, 100 വർഷമല്ല, ഹല്ലേലൂയ, 300 സംവത്സരം ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നു. ഇന്ന് രാത്രികാലം കാലമോ സാഹചര്യമോ സിറ്റുവേഷനോ സന്ദർഭമോ അല്ലെ ജീവിതത്തിൽ വരുന്ന നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളോ അല്ലെ മറ്റു പല ഒരു വിഷയത്തിനും ഈ കർത്താവുമായിട്ടുള്ള ഈ കൂട്ടായ്മയെന്ന് എന്നെ മാറ്റുവാൻ കഴിയത്തില്ല എന്ന ഉറച്ച തീരുമാനം നമുക്ക് ഓരോരുത്തരും ഉണ്ടാകണം. ഈ സാന്നിധ്യത്തിൽ തന്നെ നമ്മുടെ ശിഷ്ട ജീവിതം കഴിക്കുവാൻ ദൈവം നമ്മെ പ്രാപ്തീകരിക്കട്ടെ. നമുക്കെല്ലാം അറിയാം, ഹല്ലേലൂയ, മാർത്തയാൻ മറിയ ബെഥാനിയയിലെ ഭവനത്തിൽ യേശു കൂടെ പോകുന്ന ഒരു ഭവനമായിരുന്നു മാർത്തയുടെയും മറിയയുടെയും ഭവനം. ഈ മറിയയുടെ ഭവനത്തിൽ യേശു ഒരു സന്ദർഭത്തിൽ വിസിറ്റ് ചെയ്യുമ്പോൾ മാർത്ത മറ്റ് പല വിഷയങ്ങളിൽ എൻഗേജ്ഡ് ആയിരുന്നു. എന്നാൽ മറിയ ഏതാ ചെയ്ത്? മറിയയുടെ പറ്റിയോട് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു. അവിടെ മാർത്ത വളരെ ബന്ധപ്പെടുന്നുണ്ട്. 2 പേരും ചെയ്തത് നല്ല കാര്യമാണ്. എന്റെ ഒരു ഭാവനയിൽ ഞാൻ കാണുക, യേശു എന്ന് പറയുന്നത് യേശുവിനെ എപ്പോഴും കിട്ടത്തില്ല, യേശുവിനെ എപ്പോഴും ലഭിക്കത്തില്ല. അപ്പോൾ യേശുവിന് വേണ്ടി എന്റെ വീട്ടിൽ യേശു വന്നപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, നന്നായി സൽക്കരിക്കണം, ഏറ്റവും നല്ല നിലയിൽ മാനിച്ചു വേണം അല്ലെങ്കിൽ യേശുവിനെ വിടാൻ എന്നുള്ള ചിന്തയിലാണ് ഇവിടെ ആരിയിരിക്കുന്നത്? മാർത്ത ഇരിക്കുന്നത്. മാർത്ത ഒത്തിരി വിചാരപ്പെടുക, എന്തൊക്കെയോ ചിന്താക്കുഴപ്പങ്ങളില്ല ഇങ്ങനെയുള്ള പരവേശത്തിൽ പോകുന്ന ഒരു മാർത്ത. എന്നാൽ മറുസൈഡിൽ കർത്താവിനെ എപ്പോഴും എനിക്ക് കിട്ടത്തില്ല, ഇപ്പൊ കിട്ടിയതാ, കർത്താവിനെ വിടാൻ മനസ്സില്ല, മറ്റു പല തിരക്കുകളും ബന്ധപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ചെയ്തു തീർക്കാനുണ്ട്. പലതും വീട്ടിലെ ആണെങ്കിലും മറ്റു സ്വന്തം കാര്യങ്ങൾ പലതും ചെയ്തു തീർക്കാനുണ്ട്. എന്നാൽ ഈ കർത്താവിനെ എപ്പോഴും എനിക്ക് കിട്ടത്തില്ല. മറിയ എന്താ ചെയ്തത്? യേശുവിന്റെ കാൽക്കലിരുന്നു. ഗുരു സംസാരിച്ചാലും ഞാൻ കേൾക്കണം, എനിക്ക് കുറച്ചുകൂടെ അറിയണം എന്നുള്ള ചിന്തയോടെ ആവേശത്തോടെ കർത്താവിന്റെ എടുക്കലിരുന്ന മറിയെ പറ്റി നമുക്ക് കാണാം. അല്ലെ, അവിടെ വായിക്കുമ്പോൾ മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു. മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നത് എന്തെന്നൊക്കെ കർത്താവോട് ചോദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളും എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അതിലൊക്കെ തൃപ്തനാണോ എന്ന് ഇന്ന് രാത്രികാലം ഒന്ന് ചിന്തിക്കുവാനിടയായി തീരട്ടെ. നാം അവന്റെ കൂടെ നടക്കണം, അവന്റെ ഒപ്പം നടക്കണം, അവന്റെ ഹൃദയ സ്പന്ദനം അനുഭവിച്ചറിയണം. നമുക്കറിയാം, യേശുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ചെയ്ത മനുഷ്യനായിരുന്നു യോഹന്നാൻ. അല്ലെ, യോഹന്നാൻ യേശുവിന്റെ മാറോടി ചാരിയിരുന്നു. ആ ഹൃദയ സ്പന്ദനം മനസ്സിലാക്കിയ മനുഷ്യനാ. അദ്ദേഹത്തെ എങ്ങോട്ട് വിട്ടു? അദ്ദേഹത്തെ ഹല്ലേലൂയ നാട് കടത്തി. ചക്രവർത്തിമാർ പലവിധമാകുന്ന രീതിയിൽ ഒതുക്കാൻ നോക്കി, പല തന്ത്രങ്ങളും പലവിധമാകുന്ന വിഷയങ്ങളെല്ലാം പയറ്റി നോക്കിയെങ്കിലും അവനെ തകർക്കാൻ കഴിഞ്ഞില്ല.
അവസാനം നാട് കടത്തി ആ അവസ്ഥയിൽ കൂടെ പത്മോസിന്റെ ഏകാന്തതയിൽ കിടക്കുമ്പോഴും ആ യോഹന്നാൻ കാണുന്ന ചില ചിന്തകളുണ്ട്. ഹല്ലേലൂയ. എന്താ കാണുന്നത്? മാറത്തു പൊൻകച്ചി അണിഞ്ഞു വെള്ളൂടിന് സദൃശ്യമായവനെ ആ ഏകാന്തതയുടെ നടുവിൽ കാണുക. വലിയ വന്യജീവികളുള്ള അങ്ങനെ മൃഗങ്ങളുള്ള ഒരു മേഖലയിലേക്ക് തന്നെ വലിച്ചു കയറുന്നത്. ഇവര് വിചാരിച്ചു അവൻ തകർന്നു തീർന്നു, ഇല്ല ഇനിയില്ല, അവൻ പൊങ്ങി വരത്തില്ല, ഉയർന്നു വരത്തില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ മേഖലയിലും അവിടെയും ആ കർത്താവിന്റെ സാന്നിധ്യം ആര് തിരിച്ചറിയുക? യോഹന്നാൻ തിരിച്ചറിയുക. ഇന്ന് രാത്രികാലം ഞാനും നിങ്ങളും ആ കർത്താവിനെ കൈക്കൊണ്ട ആ കൂട്ടായ്മയിൽ ആ തുടങ്ങിയ ദിവസത്തെ പോലെ തന്നെ അതിനൊട്ടും ഒരു നോട്ടം കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ ഒരു ചിന്ത കൊണ്ടോ ഹല്ലേലൂയ ഒരു പ്രവൃത്തി കൊണ്ടോ ഒരു ഇടപാട് കൊണ്ടോ ഒരു മറ്റു സംസർഗം കൊണ്ടോ ഒന്നും അതിന് അണുവിട ചലിക്കുവാൻ ഇടയാകാതെ അതിനുവേണ്ടി വില കൊടുത്ത് പോരാ ഇനി അല്പം കൂടെ അതിനുവേണ്ടി അല്പം കൂടെ എന്നുള്ള ആവേശത്തോടെ നിൽക്കുന്ന ദിനങ്ങളായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ വായിച്ച ആ വാക്യത്തിൽ 2 വാക്യമാണ് നമ്മൾ വായിച്ചത്. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കണം. രണ്ടാമതായിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന വാക്യം അവനിൽ വേർ ഊന്നിയും. അപ്പോൾ ആ കൂട്ടായ്മയിൽ ആദ്യ ദിനം തുടങ്ങിയ ദിവസം മുതൽ ആവേശം ഒട്ടും തണുത്തു പോകാതെ, ആ ആവേശം ഒട്ടും ചോർന്നു പോകാതെ, ആ ആവേശത്തിന് ഒട്ടും ഭംഗം വരാതെ ആ കൂട്ടായ്മയിൽ തന്നെ നടക്കുമ്പോൾ അവനിൽ എന്തോ ചെയ്യണം? വേരൂന്നണം. പ്രിയപ്പെട്ടവരെ, ഈ വേരെന്ന് പറയുന്ന വിഷയം എന്താ? ഈ വേരെന്ന് പറയുന്ന വിഷയം പലപ്പോഴും നമുക്ക് അത്ര സന്തോഷമൊന്നും തരാത്ത ഒരു സാധനം ഈ വേരെന്ന് പറയുന്നത്. നമുക്കെല്ലാം അറിയാവുന്ന ഒരു വാക്യമുണ്ട്, ഒരു സങ്കീർത്തനമുണ്ട്. നമുക്കറിയാം, ഒരു വൃക്ഷം എന്ന് പറയുന്നത്, വേരെന്ന് പറയുന്നത് ഒരു വൃക്ഷത്തിന്റെ പാർട്ടാണ്. ആ ഒരു വൃക്ഷത്തിന് 2 പാർട്ടുണ്ട്. ഒന്ന് മണ്ണിന് മുകളിലുള്ളതും 2 മണ്ണിന് താഴെയുള്ള മേഖലയും. അപ്പോൾ മണ്ണിന് താഴെയുള്ള ഒരു സാധനമാണ് ഈ വേരെന്ന് പറയുന്നത്. 1-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ഹല്ലേലൂയ. ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നു ഇലവാടാത്തതുമായ ഒരു വൃക്ഷം. കേൾക്കണേ, 1-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യമാണ്. ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം. ഹല്ലേലൂയ. ആരാ ഈ വൃക്ഷം? എന്താ? ഒരു വൃക്ഷത്തെ ഒരു മനുഷ്യനോട് ഉപമിച്ച് പറയുക, അല്ലെ? അപ്പോ ആരാ ഈ മനുഷ്യൻ എന്നറിയാമോ? ആ മനുഷ്യനെ പറ്റിയാണ് 1-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ഹല്ലേലൂയ യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഏത് വൃക്ഷമാ? അത് എവിടെയാ നിൽക്കുന്നത്? രാത്രികാലം ഓർത്തു നോക്കി. അത് ആറിന്റെ തീരത്ത് നിൽക്കുന്ന വൃക്ഷമാ. എന്താ ഇതിന്റെ പ്രത്യേകത എന്നാന്നറിയാമോ? ഹല്ലേലൂയ. ഇത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, അതിന്റെ നടപ്പിന് പ്രത്യേകതയുണ്ട്, നിൽപ്പിന് പ്രത്യേകതയുണ്ട്, അതിന്റെ ഇരുപ്പിന് പ്രത്യേകതയുണ്ട്. നടപ്പെന്ന് പറയുന്നത് വളരെ സൂക്ഷ്മതയോടെയാ, അതിന്റെ ഇരുപ്പെന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടെയാ. ഹല്ലേലൂയ. അതിന്റെ നിൽപ്പെന്ന് പറയുന്നത് വളരെ കരുതലോടെയാ. ആ വൃക്ഷത്തിന്റെ പ്രത്യേകത എന്താ? അത് ഉഷ്ണം തട്ടിയാലും വാടിപ്പോകത്തില്ല. ചില വിശ്വാസികളുണ്ട്, ഹല്ലേലൂയ, ചില സമയങ്ങളിൽ അതിങ്ങനെ ഹല്ലേലൂയ ഇതായി വളരെ കൂളായിട്ട് നിൽക്കും. എന്ന് പറഞ്ഞാൽ ഒരു ഈ വൃക്ഷത്തിന്റെ ഒക്കെ പ്രത്യേകത നിങ്ങൾ കണ്ടിട്ടില്ലേ? ചില സമയത്ത് ഇതൊക്കെ ഇല പൊഴിച്ച് നിൽക്കും. അത് ആ ഒരു കാലാവസ്ഥ വ്യതിയാനത്തിന്റെ വിഷയമാ. ഇതിങ്ങനെ വരുമ്പോ ഇത് ഇലയൊക്കെ അങ്ങ് പൊഴിക്കും, അല്ലെ? പിന്നെ കുറച്ചു നാള് കഴിയുമ്പോഴത്തേന് പിന്നെ തളിർത്ത് കയറി വരും. എന്നാൽ ഇന്ന് രാത്രികാലം ഇങ്ങനത്തെ വിശ്വാസാനുഭവമുണ്ട്. ചില സമയങ്ങളിലൊക്കെ ആകെ പ്ലാനമായി ഡൗൺ ആയിട്ടൊക്കെ പോകും. എന്നാൽ ആറ്റരികത്ത് നിൽക്കുന്ന വൃക്ഷത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അത് ഏത് കാലാവസ്ഥയും അതിജീവിപ്പാനുള്ള കരുത്ത് അതിനുണ്ട്. ഏത് കാലാവസ്ഥയിലും അത് വാടിപ്പോകത്തില്ല. ഏത് പ്രതിസന്ധിയിൽ അതിനെ വീഴ്ത്താൻ കഴിയത്തില്ല. അതിന്റെ ഇല വാടാത്ത അനുഭവമാ, അല്ലെ? കർത്താവ് ആഗ്രഹിക്കുന്ന എങ്ങനെ? ഇല വാടാത്തതാകണം എന്നാ കർത്താവ് ആഗ്രഹിക്കുക. ഇല വാടാത്ത വൃക്ഷം അങ്ങനെ ആകണമെങ്കിൽ ചില അച്ചടക്കം എന്തിനു വേണം? ഈ വൃക്ഷത്തിന്, ഈ വ്യക്തിക്ക്, ഈ മനുഷ്യന് വേണം. ചില അച്ചടക്കം വേണം. അവന്റെ നടപ്പ് ശ്രദ്ധിക്കണം, അവന്റെ നിൽപ്പ് ശ്രദ്ധിക്കണം, അവന്റെ ഇരിപ്പ് ശ്രദ്ധിക്കണം. ഇവനെ നിയന്ത്രിക്കുന്നത്
എന്തുവാ ഈ നമ്മൾ വായിച്ച ആ ദൈവഭാഗത്ത്, ആ വചനഭാഗത്ത് അതിനെ നിയന്ത്രിക്കുന്നത് എന്തുവാ? നമ്മൾ കണ്ടു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനാ ആ തിരികത്ത് നൽകിയിരിക്കുന്നത്. പ്രമാണത്തിന് പ്രാധാന്യം കൊടുക്കും, വചനത്തിന് അലുലിയ ഇമ്പോർട്ടന്റ് കൊടുക്കും, കൽപ്പനകൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കും. ചിട്ടയായ അടുക്കോടുള്ള ജീവിതം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കുത്തഴിഞ്ഞ പുസ്തകമല്ല, വളരെ അടുക്കോടും ആ ക്രിസ്ത്യൻ അവന്റെ വ്യക്തിപരമായ ജീവിതത്തിലും അവന്റെ കുടുംബത്തിലും അത് കാണാൻ കഴിയും. അത് ആ അടിസ്ഥാനത്തിന്റെ മേല ഭവനം പണിയപ്പെടുന്നത്. ഇവിടെ രണ്ട് ആലോചന നമുക്ക് കാണാം. എന്താ? ഒന്ന് അല്ലയോ ദുഷ്ടന്റെ ആലോചന, അല്ലലുയ. രണ്ട് ദൈവത്തിന്റെ ആലോചന. രണ്ട് ആലോചന. എഫേസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുമ്പോൾ കാണാം, അല്ലലുയ, അവയിൽ നിങ്ങൾ മുമ്പ് ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവരെയും അനുസരിച്ച് നടന്നു. അല്ലലുയ, നമുക്കൊരു മുൻകാലവുമുണ്ട്, നമുക്കൊരു പിൻകാലവുമുണ്ട്. ഹല്ലേലൂയ. മുൻപത്തെ കാലം നാം മറ്റൊരു വിഷയത്തെ അനുസരിച്ച് നടന്നു. അതാ അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായി അനുസരിച്ച് നടന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നും നാം ഏത് മേഖലയിലാണ് നടക്കുന്നതെന്ന് ഒന്ന് ചിന്തിക്കണം കേട്ടോ. ഈ ലോകം മുഴുവൻ പിശാചിന്റെ കയ്യിലായിരിക്കുന്നത്. ഈ ലോകം പിശാചിന്റെ അധീനതയിലായിരിക്കുന്നത്. സകല ലോകവും ദുഷ്ടന്റെ അധീനതയിലായിരിക്കുന്നത്. എന്നാൽ ഇത് രാത്രികാലം ചിന്തിക്കണം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സഭയിൽ ഞാൻ ഇങ്ങനെ ചോദിക്കാനിടയായി തീർന്നു. ഹല്ലേലൂയ, വിമാനം പോകുന്നത് എയറിലൂടെ പോകുന്നത്, ആ വായുവിലൂടെ സഞ്ചരിക്കുന്നത് വിമാനം. ഈ വിമാനം വായുവിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ വിമാനത്തിന്റെ അകത്ത് വായു കയറിയാൽ എന്തോ സംഭവിക്കും? പ്രശ്നമാകും അല്ലെ? അതുപോലെ തന്നെ വെള്ളത്തിൽ കൂടെ ഈ ബോട്ട് സഞ്ചരിക്കുന്നത്, കപ്പലായാലും ബോട്ടായാലും മറ്റ് ഇതര വെള്ളത്തിൽ കൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഏത് തന്നെ ആയാലും അത് വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നത്. ആ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ അകത്ത് അല്ലെ ആ ബോട്ടിന്റെ അകത്ത്, ആ കപ്പലിന്റെ അകത്ത് വെള്ളം കയറിയാൽ അതെന്തോ ചെയ്യും? മുങ്ങി താഴും. ഇതുപോലെ പ്രിയപ്പെട്ടവര്, നമ്മളായിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? നമ്മൾ ലോകത്തിലായിരിക്കുന്നത്. ഈ ലോകം മുഴുവൻ എവിടെയാ? ഹല്ലേലൂയ, ദുഷ്ടന്റെ അധീനതയില. എന്നാൽ ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മളിൽ ലോകം കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ തകർന്നു പോകും. പ്രിയപ്പെട്ടവരെ, നമ്മളെ പറ്റി കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ജീവിതമുണ്ട്. ഈ ലോകത്തിൽ നിന്ന്, ഈ ലോകത്തിന്റെ അനുഭവത്തിൽ നിന്ന്, ഈ ലോകത്തിന്റെ പല സിസ്റ്റത്തിൽ നിന്നും എന്നെ നിങ്ങളെ വിളിച്ച് തിരിച്ചെടുത്തിരിക്കുക, അടർത്തിയെടുത്തിരിക്കുക. എന്തിനു വേണ്ടിയാ? ആ അരുമനാഥന് വേണ്ടി, വിളിച്ചവന് വേണ്ടി, നമ്മെ സൃഷ്ടിച്ചവന് വേണ്ടി, നിർമ്മിച്ചവന് വേണ്ടി, അവന് ഫലമുള്ളവനായി തീരുവാൻ വേണ്ടി നമ്മെ ആക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് ഈ ആളുകളുടെ ഇടയിൽ നിന്നും, ഈ ആലോചനയിൽ നിന്നും നടന്നാൽ പോരാ അല്ലെ? നമ്മൾ ആ അനുഭവത്തിൽ നിന്നും മടങ്ങി വരണം. പ്രിയപ്പെട്ടവരെ, പാപം വളരാൻ നാം ഒന്നും ചെയ്യണ്ട. മനസ്സിലായോ? പാപം തനിയേ വളരും. പക്ഷെ വിശുദ്ധി വളർത്തിയാലേ വളരത്തുള്ളൂ. മനസ്സിലായോ? ഇപ്പോൾ ഒരു രോഗം തനിയേ പടരും, എന്നാൽ ആരോഗ്യം വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. അതുപോലെ ദുർഗന്ധം പെട്ടെന്ന് പടരും. അതുപോലെ സുഗന്ധം നമ്മൾ പരത്തിയാൽ മാത്രമേ ആ സുഗന്ധം വിളങ്ങത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലം ഇതുപോലെ തന്നെയാ. വിശുദ്ധി നമ്മൾ വളർത്തണം. പാപമംഗുലമായ അനുഭവത്തില. ഇതെല്ലാം ദുഷ്ടൻ പല പദ്ധതികളും പ്ലാൻ ചെയ്യുന്നുണ്ട്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുന്നവർക്ക്, ഈ ലോകത്തിന്റെ ആലോചന പ്രകാരം നടക്കുന്നവർക്ക് ഹല്ലേലൂയ, അത് അങ്ങനെ വേണേ പോകാം. എന്നാൽ ഇപ്പുറത്ത് ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് ആ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെ ചെയ്താൽ ഹല്ലേലൂയ, ദൈവവചനം നമ്മുടെ ചിന്താമണ്ഡലത്തിൽ നിറയും. മനസ്സിലായോ? അങ്ങനെ ജീവിക്കുന്ന എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ആ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്, ആ ന്യായപ്രമാണത്തിന് വില കൊടുത്ത്, അതിന് വളരെ വാല്യൂ കൊടുത്ത്, അതിന് വളരെ ഇമ്പോർട്ടന്റ് കൊടുത്ത്. അത് ഞാൻ അല്പം മുമ്പ് പറഞ്ഞ പോലെ, നമ്മൾ ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ ദൈവവചനത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാ: നീ ഹല്ലേലൂയ വചനം നീ വായിക്കണം, അത് ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ദൈവവചനം നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അത് നിന്റെ മക്കൾക്ക് കൊടുക്കണം. അത് നിന്റെ നെറ്റിയിന്മേലൊക്കെ എഴുതണം, കൈമേലൊക്കെ അത് എഴുതണമെന്നൊക്കെ അവിടെ വായിക്കുമ്പോ കാണാം. പ്രിയപ്പെട്ടവര്, ഞാൻ ഈ പറയുന്നതിന്റെ താല്പര്യം എന്നാണെന്നറിയോ? ഈ വചനത്തിന് പ്രാധാന്യം കൊടുക്കണം. ആ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന കുടുംബം ഒരിക്കലും തകരത്തില്ല. അങ്ങനെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സഭയും തകരത്തില്ല. ഇന്ന് രാത്രികാലം നമ്മെ പണിയുന്നത് ദൈവത്തിന്റെ വചനമാണ്. അവിടെ വായിക്കുമ്പോൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും
നിൽക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് ആ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ അല്പം മുമ്പ് പറഞ്ഞു, ഈ ദൈവവചനം നമ്മുടെ ചിന്താമണ്ഡലം മുഴുവൻ നിറയണം. ഈ ഹൃദയത്തിൽ നിറയുമ്പോൾ ഉണ്ടല്ലോ, ഇത് എങ്ങനെ ഇത് ഔട്ടിലേക്ക് വരുന്നതെന്നറിയാമോ? അത് നമ്മുടെ കണ്ണിനെയും അത് നമ്മുടെ ചെവിയെയും അത് നമ്മുടെ കൈകളെയും നമ്മുടെ കാലുകളെയും എല്ലാം നിയന്ത്രിക്കും. അത് നിയന്ത്രിക്കും, ദൈവവചനം നിയന്ത്രിക്കും. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ അല്ലെ നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുമെന്ന ഭക്തൻ പറയുന്നത് മനസ്സിലായോ? ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ പകരും. ഇന്ന് രാത്രികാലം പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കട്ടെ. അത് നമ്മുടെ പ്രവൃത്തിയെ നമ്മുടെ സ്വഭാവത്തിലും എല്ലാം നിറയട്ടെ. നല്ല ഒരു വിശേഷ വ്യക്തിയായി, നല്ല ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി ദൈവം നമ്മെ തീർക്കട്ടെ. നമ്മളിവിടെ വായിച്ചപ്പോൾ നമ്മൾക്ക് മനസ്സിലായി, ഈ 1-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു വൃക്ഷത്തെ കുറിച്ചാണ് പറയുന്നത്, അല്ലെ? വൃക്ഷത്തിന്റെ ഫലത്തിന്റെ ഒറ്റ കാരണം എന്താ? ഈ വൃക്ഷത്തിന്റെ ഫലത്തിന്റെ ഒറ്റ കാരണം ഇത് ആറ്റരികത്ത. ഇന്ന് രാത്രികാലം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വേരെവിടെയാ? ഈ വേരിലാണ് പ്രാധാന്യം ഇരിക്കുന്നത്. വൃക്ഷം നമുക്കറിയാം, വൃക്ഷത്തിന്റെ പ്രത്യേകതയൊക്കെ നമുക്കറിയാം. വൃക്ഷം എപ്പോഴും നമുക്ക് തണല് തരുന്നതാണ്, നമുക്ക് ആശ്വാസം തരുന്നതാണ്. ഈ മണ്ണിന്റെ മുകളിലോട്ടുള്ളതാണ് എപ്പോഴും നമ്മൾ കാണുകയും നമുക്ക് സന്തോഷം തരുന്നതും അത് തണല് തരുന്നത്. നല്ല വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ തളർത്ത് നല്ല ഹൈറ്റിൽ പോയിട്ട് അതിങ്ങനെ വിടർന്ന് നിൽക്കുമ്പോൾ അതിന്റെ ഇലയൊക്കെ തളർത്ത് നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ അതിന്റെ അടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കാനും അതുപോലെ അതിന്റെ തണല് പ്രാപിക്കുവാനും അതിന്റെ കൊമ്പിലും ഒക്കെ നമ്മൾ സന്തോഷിക്കാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം എപ്പോഴും ഇതിന്റെ വേരാണ് ഈ വൃക്ഷത്തെ എന്ത് ചെയ്തിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഓർക്കുക, നമ്മുടെ വേര് എവിടെയാണെന്നൊന്ന് ചിന്തിക്കണം കേട്ടോ. ചിലരുടെയൊക്കെ വേര് മതം അല്ലെ? ഇതുപോലെ ചിലരുടെയൊക്കെ വേര് രാഷ്ട്രീയ തലത്തില, ചിലരുടെ വേര് കുടുംബത്തില, പാരമ്പര്യ കുടുംബം, ഇങ്ങനെ പലയിടത്താ വേര്. ഹല്ലേലൂയ, വേര് പലയിടത്താ. മനസ്സിലാകുന്നുണ്ടോ പ്രിയപ്പെട്ടവര്? ഇന്ന് രാത്രികാലം എവിടെയാ വേരിറങ്ങിയിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഇങ്ങനെ ആ ഒരു അനുഭവമാണ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും കിടക്കുന്നത്. നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ പറ്റിയായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മളെപ്പോഴും വാദോരാതെ ചിന്തിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ അനുഭവമായിരിക്കും. എന്നാൽ ഇന്ന് രാത്രികാലം വായിച്ച ആ വേദഭാഗം കണ്ടോ? അവന്റെ പ്രത്യേകത എന്തുവാ? യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ അത് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വേരെവിടെയാ? അതാ ഫലത്തിൽ വരുന്നത്. വേരെവിടെയാണോ അതായിരിക്കും ഫലവും ഉണ്ടാകുന്നത്. മനസ്സിലായോ? റൂട്ടിൽ എന്തോ ഉണ്ടോ അത് ഫ്രൂട്ടിൽ കാണാം. മനസ്സിലായോ? റൂട്ടിൽ എന്താണോ അത് ഫ്രൂട്ടിൽ കാണാം. ഇന്ന് രാത്രികാലം നാം ആയിരിക്കുന്നത് ഈ ലോകത്താ, വല്ലാത്ത ലോകത്താ. മ്ലേച്ഛത നിറഞ്ഞ അസാന്മാർഗികമായ അവസ്ഥകളൊക്കെ തിങ്ങി നിറഞ്ഞ ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കും. എന്നാൽ ഇന്ന് രാത്രികാലം നാം എപ്പോഴും ചിന്തിക്കേണ്ട ഒരു അനുഭവം എന്താണെന്നറിയാമോ? ഇന്ന് രാത്രികാലം നമ്മെ കർത്താവ് എവിടെയാക്കി വെച്ചിരിക്കുന്നത്, നമ്മുടെ വേർ എവിടെയാണെന്ന് ഇന്ന് രാത്രികാലം ചിന്തിക്കണം. ചില ആളുകൾ, ചിലര് ഈ മതഭ്രാന്തന്മാർ ക്രിസ്തു മതത്തിൽ നമുക്കറിയാം, ക്രിസ്തു മതത്തില് ഒരു മതമല്ല, ഇതൊരു വ്യക്തിയാണ്, അല്ലെ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? സ്വർഗ മഹിമ വെടിഞ്ഞ് താണ ലോകത്തിലേക്ക് വന്നവനാ. ആ കർത്താവ് നമ്മുടെ ഹൈലൈറ്റ്. അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് രാത്രികാലം അവനെയാ നാം ആരാധിക്കേണ്ടത്. നമുക്കെല്ലാം അറിയാവുന്ന ഒരു വ്യക്തി അപ്പോസ്തലനായ പൗലോസ്, അല്ലേ? ഇന്ന് വലിയ മതഭ്രാന്തനായിരുന്നു, മതത്തിനു വേണ്ടി ചാകാൻ വരെ എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി ആരെ കൊല്ലാനും മടിക്കാതെ നടന്ന വ്യക്തിയായിരുന്നു. എന്നാൽ കർത്താവായ യേശുവിനെ അറിഞ്ഞ ആ ദിവസം മുതൽ അദ്ദേഹത്തിന്റെ ചിന്ത മാറി, അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങൾ മാറി, അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ മാറി, അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലികൾ മാറി. ഇന്നലെ വരെ ഏതോ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി, ഏതോ ഒരു സമൂഹത്തിന് വേണ്ടി ആ കൊലയൊക്കെ ചെയ്ത് നടന്ന മനുഷ്യൻ അദ്ദേഹത്തിന് അടിമുടി മാറി. ആ റോമാലേഖനത്തിന്റെ 8-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, റോമൻസ് ചാപ്റ്റർ 8:1 വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാ. റോമൻസ് ചാപ്റ്റർ 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എന്നിട്ട് അദ്ദേഹം താഴോട്ട് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് 35-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ ആർ വേർപിരിക്കും. മനസ്സിലായോ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ എന്നെ ആർക്കും കഴിയത്തില്ല. അപ്പോസ്തല പ്രവൃത്തി 9-8-ാം അധ്യായം ഒക്കെ നിങ്ങൾ വീട്ടിൽ ശാന്തമായിട്ടിരുന്ന് വായിക്കണം. ഒത്തിരി വായിച്ചിട്ടുള്ള വേദഭാഗങ്ങളാണ്. എന്നാൽ
അങ്ങനെ വലിയ ഒരു സമൂഹത്തിന് വേണ്ടി വളരെ തീഷ്ണതയോടെ നിന്ന മനുഷ്യൻ അടിമുടി മാറി. പിന്നെ തന്റെ ചിന്തകൾ മാറി, തന്റെ തീരുമാനങ്ങൾ മാറി, പ്രവർത്തന ശൈലികൾ മാറി. ചിന്തയിൽ മുഴുവൻ എന്റെ കർത്താവ്. അതുകൊണ്ട് കൊരിന്ത്യലേഖനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, അവന്റെ കൂടെ മരിച്ചിരിക്കുന്നു, ഇനി ഉയർത്തും എന്തോ ചെയ്യണം, അവന്റെ കൂടെ ജീവിക്കണം. മനസ്സിലായോ? ഹല്ലേലൂയ. ആ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നാം എന്തോ ചെയ്യണം, ജീവിക്കണം എന്നൊക്കെ നമ്മൾ അവിടെ വായിക്കുമ്പോൾ കാണാം. ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, ഇവിടെ വായിച്ച വേദഭാഗത്തിൽ ഇങ്ങനെ കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ ആപത്തോ നഗ്നതയോ വാളോ ഏത് വിഷയം വന്നാലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ പറ്റത്തില്ല. സാഹചര്യങ്ങൾ പലതും മാറി മാറി വരും, ഏറ്റക്കുറച്ചിൽ പല മേഖലകളിൽ വരും, സംവിധാനങ്ങളൊക്കെ പ്രതീക്ഷിച്ച പോലെ ഒരുപക്ഷെ വരത്തില്ല. എങ്കിൽ എന്തൊക്കെ വന്നാലും ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് തീർന്നില്ല. അവിടെ താഴോട്ട് വായിച്ചു വരുമ്പോൾ അതിന്റെ 37-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 37 മുതൽ വായിക്കുമ്പോൾ, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിനൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. എന്നിട്ട് താഴോട്ട് പറയുന്നു, മരണത്തിനോ ജീവനോ ഉയരത്തിലുള്ളതിനോ താഴ്ന്ന ഭൂമിയിലുള്ളതിനോ ആഴത്തിലുള്ളതിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ദൂതന്മാർക്കോ മരണത്തിനോ വന്നതിനോ വരുവാനുള്ളതിനോ ഒന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ കഴിയത്തില്ല. ഇനി അതിനകത്ത് ഈ ഭൂമിയിലെ വേറെ ഒന്നും ആഡ് ചെയ്യാനില്ല. നിങ്ങൾ കണ്ടോ, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ ഉയരത്തിലുള്ളതിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഒന്നിനും വരുവാനുള്ളത് കൊണ്ട് വന്നതുകൊണ്ട് ഇനി ഏതൊക്കെ സാധനങ്ങൾ അടുത്ത ജനറേഷനിൽ ഇറങ്ങാനുണ്ടോ, ഓരോ ജനറേഷൻ മാറി മാറി വരുമ്പോൾ കണ്ടുപിടുത്തങ്ങൾ കൂടുന്നുണ്ട്. സമൂഹത്തില്, രാഷ്ട്രീയ തലത്തില്, സഭാതലത്തില്, കുടുംബത്തിന്റെ അവസ്ഥയിലെല്ലാം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. എന്തൊക്കെ സാധനങ്ങൾ, എന്തെല്ലാം കണ്ടുപിടിച്ചാലും, എന്തെല്ലാം സമൂഹത്തിൽ മാറി വന്നാലും ഈ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. തല വെട്ടാം, ഈ വൃക്ഷത്തിന്റെ തല വെട്ടാം, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വേര് വെട്ടാൻ പറ്റത്തില്ല. മനസ്സിലായോ? അതുകൊണ്ടാ യോബ് പറയുന്ന ഒരു വൃക്ഷമായ പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. അത് വെട്ടിയാ പിന്നെ കിളിർത്ത് വരും. ഇന്ന് രാത്രി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ വൃക്ഷത്തിന്റെ ഒക്കെ നല്ല ഹൈറ്റില് 10, 20, 30 അടിയൊക്കെ ഉയരത്തിൽ പോയ വൃക്ഷമൊക്കെ കണ്ടിട്ടുണ്ടോ? ആ വൃക്ഷത്തിന്റെ ഒക്കെ വലിപ്പം നല്ല തടിയായിരിക്കും, നല്ല വണ്ണമായിരിക്കും, നല്ല കാതലായിരിക്കും, അല്ലെ? ആ വൃക്ഷത്തിന്റെ ആ കൊമ്പിന്റെ അത്രയും വലിപ്പം കാണും അതിന്റെ വേര്. മനസ്സിലായോ? ഇന്ന് രാത്രി ഇതാ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആ വേര് വളരുന്നത് നമുക്ക് കാണാൻ കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രോങ് ആയിരിക്കും അതിന്റെ വേരെന്ന് പറയുന്നത്. നമ്മളൊക്കെ ഈ ചെടിച്ചട്ടിയിലൊക്കെ ചെറിയ ചെടികളൊക്കെ നടാറുണ്ട്, അല്ലെ? നമ്മൾ കൊച്ചു ചെറിയ കൃഷിത്തോട്ടമോ അങ്ങനെയൊക്കെ നടത്തുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ട് എന്താ, ഒന്ന് പിഴുതാൻ പെട്ടെന്ന് എന്ത് ചെയ്യും, പറഞ്ഞു പോരും, അല്ലെ? എന്നാൽ ചില തൈകളൊക്കെ നട്ടിട്ടുണ്ട്, ഒരു 5-6 മാസമൊക്കെ കഴിയുമ്പോൾ ഒന്ന് പിടിച്ചാൽ ഇച്ചിരി നേരം ഒന്ന് പ്രസ് ചെയ്താലേ അത് വരത്തുള്ളൂ. ഒരു വർഷം കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ഒന്ന് 2 കരമൊക്കെ പിടിച്ച് വലിച്ചാൽ പെട്ടെന്ന് എന്ത് ചെയ്യും, പിഴുതു പോരും. എന്നാൽ ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് അങ്ങനെ പിടിച്ചാലൊന്നും വരത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഉപകരണങ്ങൾ കൊണ്ടുവന്ന് അത് മുറിച്ചു മാറ്റിയാൽ അത് വരത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അത് 10 വർഷം കഴിഞ്ഞാലോ 20 വർഷം കഴിഞ്ഞാലോ അത് 30 വർഷം കഴിഞ്ഞാലോ അതിന്റെ അവസ്ഥ മാറും, അതിന്റെ വില മാറും, അതിന്റെ അന്തരീക്ഷം മാറും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഇതാ ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു അനുഭവമാണ്. നമ്മുടെ വേര് ഇന്ന് രാത്രികാലം എവിടെയാണെന്ന് ചിന്തിക്കണം. ആ അനുഭവം അത് ആഴങ്ങളിലേക്ക് പോകും. അത് ചിലപ്പോൾ പല സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡായി പോകും. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രികാലം ആ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം അത് തക്ക സമയത്ത് ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അത് ഇല വാഴത്തില്ല, അതിങ്ങനെ ഫലം കൊടുത്തുകൊണ്ടിരിക്കും. ഇതാ കർത്താവ് ആഗ്രഹിക്കുന്നത്, അവനിൽ വേരൂന്നിയും. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്ക് ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ വേരൂന്നി എന്നുള്ള വാക്കിനെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ബിൽറ്റപ്പ് എന്ന് പറയുന്ന പദമാണ്. ബിൽറ്റപ്പ്. ഈ ബിൽറ്റപ്പ് എന്ന് പറയുന്ന പദവും ഒരു ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട നമുക്കറിയാം. ഈ ബിൽഡിംഗ് എന്ന് പറയുമ്പോഴും ഈ ഒറ്റയടിക്ക് പെട്ടെന്ന് പൊങ്ങി വരുന്ന ഒരു സാധനമല്ല ഈ ബിൽഡിംഗ്. നമുക്കറിയാം, വീടൊക്കെ പണിയുന്നതിന് മുമ്പ് നാം ചെയ്യാറുള്ളത് എന്തുവാ,
നമ്മുടെ ഈ കോൺട്രാക്ടർമാരോ അല്ലെ എഞ്ചിനീയർമാരൊക്കെ വന്നിട്ട് സ്ഥലമൊക്കെ നോക്കിയിട്ട് അവര് ഇങ്ങനെ അതിന് വാനം തോണ്ടും അല്ലെ. ആദ്യം സൈറ്റ് ഒക്കെ നോക്കി വീടിനുള്ള പ്ലാൻ ഒക്കെ തയ്യാറാക്കി അതെല്ലാം ചെയ്തിട്ട് കുറ്റിയൊക്കെ അടിച്ച് എല്ലാം ക്രമീകരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന് വാനം തോണ്ടും. അതും എന്തോ ചെയ്യുക, അതിങ്ങനെ തോണ്ടിച്ചോണ്ടും. ചിലപ്പോൾ JCB ഒക്കെ കൊണ്ടുവരണം. അത് നല്ല താഴ്ചയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ മണ്ണൊക്കെ ഇളക്കമുള്ള സ്ഥലമാണെങ്കിൽ കുറെ താഴേക്ക് പോകും അല്ലെ, താഴേക്ക് ഉറപ്പുള്ള സ്ഥലം തേടി പോകും. മനസ്സിലാകുന്നുണ്ടോ? അവിടുന്ന് ഫൗണ്ട് ചെയ്ത് കയറി വരിക, ബേസ്മെന്റ് ഇട്ട് പടി പടിയായി കയറി വരിക. നമുക്കറിയാം മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുന്ന, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ അടിസ്ഥാനം ഇട്ട ആ മനുഷ്യനോട് തുല്യം, ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യമാവും. അവരുടെ 2 പേര് വീട് പണിയാൻ തുടങ്ങി അല്ലെ, വീട് പണിയാൻ തുടങ്ങി. അവരുടെ പ്രത്യേകത എന്തായിരുന്നു? ഒരു മനുഷ്യന്റെ വീട് പെട്ടെന്ന് പണി തീർന്നു. 2 പേരും ഒരുമിച്ച് പണിയാൻ തുടങ്ങിയതാ. ഒരു മനുഷ്യന്റെ വീട് 1 മാസം പോലും എടുത്തില്ല. അതിനു മുമ്പ് പണിയും കഴിഞ്ഞു, ഹൗസ് വാമിങ്ങും കഴിഞ്ഞു. എന്നാൽ 2ാമത്തെ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷൻ കഴിയുന്നതിന് മുമ്പ് ഈ മനുഷ്യന്റെ ഹൗസ് വാമിങ് കഴിഞ്ഞു. അദ്ദേഹവും ഇങ്ങനെ പണിത് 1 വർഷത്തിന് മേലെ എടുത്തു പണിയൊക്കെ തീരാൻ. ഹല്ലേലൂയ. എന്നാൽ സംഭവിച്ചത് എന്തുവാ? ചില നാളുകൾ കഴിഞ്ഞ 2 വീടും നോക്കിയാൽ ഒരുപോലെ ഇരിക്കും. 2 വീടും പെയിന്റ് നോക്കിയാലും അതുപോലെ അതിന്റെ വർക്കുകൾ നോക്കിയാൽ, ഇന്റീരിയർ വർക്കൊക്കെ ഈ ബുദ്ധിയുള്ള മനുഷ്യൻ പണിതതിനേക്കാൾ നല്ല അടിപൊളിയാ. കണ്ടാൽ ഏതൊരു മനുഷ്യനും വന്ന് താമസിക്കാനും ഫോട്ടോ എടുക്കാനും അങ്ങനെയൊക്കെ ഒത്തിരി സന്തോഷം പകരുന്നതാ ഈ എല്ലാ സെറ്റപ്പും അല്ലെ, നല്ല ഭംഗിയുള്ളതാ. പക്ഷെങ്കിൽ കുറച്ചു നാള് കഴിഞ്ഞപ്പോൾ ഒരു കാറ്റും ഒരു മഴയും ചില പ്രതിസന്ധികളൊക്കെ വന്നപ്പോഴത്തേക്കിന് ഈ മണ്ണിൽ പെട്ടെന്ന് പണി തീർന്ന ഭവനം എന്തോ ചെയ്തു, പെട്ടെന്ന് നിലംപരിചയായി തീർന്നു. എന്നാൽ പാറമേൽ അടിസ്ഥാനമിട്ട് പണിത ആ ഭവനം, അതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അത് അവിടെ സ്ട്രോങ് ആയിട്ട് നിന്നു. ചില പണികളൊക്കെ താമസിച്ചാ തീർന്നത്, അല്ലെങ്കിൽ സൗകര്യങ്ങളൊക്കെ ഒരു പക്ഷേ കുറവായിരിക്കും, അവസ്ഥകൾ മറ്റേ അവസ്ഥയെ വെച്ച് നോക്കുമ്പോൾ വളരെ പരിമിതമായിരിക്കും പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇത് പാറമേൽ അടിസ്ഥാനമാ. പ്രതികൂലങ്ങൾ വന്നപ്പോഴും, കാറ്റടിച്ചപ്പോഴും, കോളുകൾ വന്നപ്പോഴും, വിഷയങ്ങൾ വന്നപ്പോഴും, കടം വന്നപ്പോഴും, അതുപോലെ ജീവിതത്തിലെ മറ്റു പലവിധമാകുന്ന വിഷയങ്ങൾ, രോഗം വന്നപ്പോഴും, കഷ്ടതകൾ വന്നപ്പോഴും, കണ്ണുനീരിന്റെ അനുഭവങ്ങൾ വന്നപ്പോഴും, നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ വന്നപ്പോഴും എന്താ വീണ് പോകാത്തതെന്നറിയാമോ? ഇത് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതാലിയ പണിയപ്പെടുന്ന ഭവനമാ. ഈ ഭവനം അങ്ങനെ വീഴത്തില്ല. ഇതിലൊരു ഉടമസ്ഥനുണ്ട്. കണ്ടാൽ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ നല്ല ഒരു അരുമനാഥനുണ്ട്, നല്ലൊരു രക്ഷിതാവുണ്ട്. ഈ ലോകം കൊണ്ട് തീരാനല്ല, ഈ ലോകത്തിലെ ഏതൊക്കെയോ നന്മകളും അനുഗ്രഹങ്ങളും അഭിവൃദ്ധിയും അനുഭവിച്ച് തീരാനുള്ളതല്ല ഈ ജീവിതം എന്ന് പറയുന്നത്. അവൻ തുടങ്ങിയത് മറ്റൊരു കാര്യം കൂടെ ഉദ്ദേശിച്ച ഈ മീറ്റിംഗ് ഇവിടെ നടക്കുമ്പോൾ ഇതിനൊരു മറുപുറം കൂടെ ഉണ്ട്, ഇതിനൊരു മറുവശം കൂടെ ഉണ്ട്. ഈ ലോകത്തെ അല്ലയോ കുറച്ചു നാള് നമ്മൾ ആത്മീകമായി കൈയടിച്ചു പ്രാർത്ഥിച്ചു പാടി മെസ്സേജ് കേട്ട് ധ്യാനിച്ച് വചനം കേട്ട് തീരാനല്ല. നമുക്ക് പ്രാണപ്രിയന്റെ വരവിൽ നമുക്ക് എടുക്കപ്പെടണം. ഇന്ന് രാത്രിയിൽ അതിനുവേണ്ടിയുള്ള പണിശാലയിലാണ് നമ്മള്, അതിനുവേണ്ടിയുള്ള പണിശാലയിലാ. പുറമെ കാണുന്നത് പലതും ആലുലിയ പെട്ടെന്ന് പണി തീരാം, മറ്റു പലതും സംഭവിച്ചെന്നിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലം നമുക്കൊരു വീടിന്റെ പ്രത്യേകത നോക്കിയാൽ, വീടിന്റെ ടൈലൊക്കെ നമുക്ക് നാളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ട് അത് മാറ്റണമെങ്കിൽ പെട്ടെന്ന് മാറ്റാം, നിസ്സാരമായിട്ട് മാറ്റാം. അതിന്റെ ഡോർ ഇഷ്ടപ്പെട്ടില്ല, അതിന്റെ വിൻഡോസ് ഇഷ്ടപ്പെട്ടില്ല അല്ലെ, മറ്റു പലതും നമുക്ക് നിസ്സാരമായി മാറ്റാം. പക്ഷെങ്കിൽ ആ ബേസ്മെന്റ് ഇടുമ്പോൾ ആ കൃത്യമായിട്ട് അടിത്തറയിലാണ് കാര്യം. അതിന്റെ മുകൾ വശമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ, താഴ്വശം നമുക്ക് കാണാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലം എവിടെയാ നാം അടിത്തറയിട്ടിരിക്കുന്നത്, എവിടെയാ നമ്മുടെ വേര് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്ക് ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുക. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മെ ആഗ്രഹിച്ചിരിക്കുക, കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ച് നമ്മളെ ഈ ലോകത്തിൽ നിന്ന് കർത്താവ് വേർതിരിച്ചതിന് കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട്. നമ്മെ എവിടെയാ നട്ടിരിക്കുന്നത്? ദൈവസഭ എന്ന് പറയുന്നത് അത് ഹല്ലേലൂയ തോട്ടമാകട്ടോ, അതൊരു ഫോറസ്റ്റ് അല്ല, ഇത് വേലി കെട്ടി പരിപാലിക്കപ്പെടുന്ന ഒരു സ്ഥലമാ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഓർക്കുക, ഫോറസ്റ്റിൽ പല മരങ്ങൾ വളരും, കാട് പോലെ കിടക്കുന്നതാ ഫോറസ്റ്റ്. എന്നാൽ ഈ തോട്ടം എന്ന് പറയുന്നത് അതിനൊരു നല്ല ഉടമസ്ഥനുണ്ട്, അതിനൊരു സൂക്ഷിപ്പുകാരനുണ്ട്, അതിനെ പരിപാലിക്കുന്ന ഒരാളുണ്ട്. ഇന്ന് രാത്രികാലം തോട്ടത്തിൽ വളരുന്ന നല്ല വൃക്ഷങ്ങളായി തക്ക കാലത്ത് ഫലം കൊടുക്കുന്ന
നല്ല വൃക്ഷങ്ങളായി നമുക്ക് തീരാം. രണ്ട് വ്യക്തികൾ, ദുഷ്ടന്മാരും ദുഷ്ടനുമുണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. ദുഷ്ടന്റെ ആലോചനയുമുണ്ട്, ദൈവത്തിന്റെ ആലോചനയുമുണ്ട്. ദുഷ്ടന്റെ പ്ലാൻ ഉണ്ട്, ദൈവത്തിന്റെ പ്ലാൻ ഉണ്ട്. ഇന്ന് രാത്രികാലം ഏതാലോചനയാ നാം എടുക്കുന്നത്? ഏതാലോചനയ്ക്കാ നാം പ്രാധാന്യം കൊടുക്കുന്നത്? ആരില നാം വേരൂന്നിരിക്കുന്നത്? ഏതില നാം വേരൂന്നിരിക്കുന്നത്? കൂടുതൽ സമയം നാം ഏതില സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏതിനു വേണ്ടിയാ നാം വില കൊടുത്ത് വലിയ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്നലകളിൽ ഒത്തിരി ഓടി ഇന്ന് നാം അടുത്ത് ക്ഷീണിച്ച് തളർന്നിരിക്കുകയാണോ? ഇന്ന് രാത്രിയിൽ അവസ്ഥകൾ പലതും ദൈവം നമ്മളെ മാറ്റി എങ്കിലും അതിനനുസരിച്ച് നമ്മുടെ സ്പിരിച്വൽ ലൈഫ്, ആത്മീക മണ്ഡലങ്ങളിൽ നമ്മുടെ പണികൾ നടന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ദൈവത്തിന് നമുക്ക് അടയ്ക്കാം. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാ തലകൾ ദൈവത്തിനും അണങ്ങട്ടെ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസികൾ ഭീതിപ്പെടുത്തിയിരിക്കാതെ, യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഇന്ന് രാത്രികാലം ഇങ്ങനെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാ മണ്ഡലങ്ങളും, ഏത് കാറ്റ് വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും, ഏത് തിരമാലകൾ വന്നാലും, ഇളക്കുന്ന തരത്തിലുള്ള ഏത് വിഷയം വന്നാലും, ഇന്ന് രാത്രി അടിപതറാതെ നിർത്തുന്ന ഒരു ദൈവ സാന്നിധ്യം, അടിപതറാതെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകുന്ന ഒരു ദൈവ സാന്നിധ്യം, ഭക്തന്മാരെ കൊണ്ടുവന്ന, ഭക്തന്മാരെ നടത്തിയ ആ ദൈവ സാന്നിധ്യം ഇന്നും ഉണ്ട് കേട്ടോ. ഇന്നും ചലിക്കുന്നുണ്ട്. എത്ര പേർക്ക് ആ കർത്താവിന് വേണ്ടി ഇന്ന് രാത്രികാലം നിൽക്കുവാൻ ആഗ്രഹമുണ്ട്? നമ്മൾ വായിച്ച വാക്യം, ഹല്ലേലൂയ, അവനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയെ നടപ്പി, അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നമ്മുടെ ശിഷ്ടായുസ് നമുക്ക് കഴിക്കാം. താൽക്കാലിക ജീവിതമാ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഇതിന്റെ അകത്ത് പലതും അടങ്ങിയിട്ടുണ്ട്. രോഗങ്ങളുണ്ട്, സൗഖ്യങ്ങളുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. എന്നാൽ ഇതിന് എതിരായിട്ടുള്ള പല വിഷയങ്ങളും ജീവിതത്തിൽ വരാം. എന്നാൽ അതിന്റെ മധ്യത്തിലൊക്കെ പ്രതിസന്ധികൾ വന്നിട്ടും അപ്പോസ്തലനായ പൗലോസ് പതറാതെ വിളിച്ചു പറയുന്നു, ഉയരത്തിലുള്ളതിനോ ആഴത്തിലുള്ളതിനോ, വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ, വന്നതിനോ വരുവാനുള്ളതിനോ, മരണത്തിനോ ജീവനോ, ദൂതന്മാർക്കോ ഒന്നിനും എന്നെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിനായി സമർപ്പിക്കാം. നമ്മുടെ പേര് ലോകത്തിലോ മതത്തിലോ മറ്റ് സമൂഹത്തിലോ അല്ലെങ്കിൽ മറ്റ് കുടുംബത്തിലോ ഒന്നുമല്ല, പാരമ്പര്യത്തിലോ ഒന്നുമല്ല. ക്രിസ്തുവിൽ, ക്രിസ്തു ഇതൊരു മതമല്ല, ക്രിസ്തു എന്ന ഏക പുരുഷൻ